ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ഇംഗ്ലീഷ്. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിലെ ഏറ്റവും മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പോർഷനാണ്, അതായത് ടെൻസസ്. ഗ്രാമർ എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് ടെൻസാണ്. എങ്കിലും ഇപ്പോഴും നമുക്ക് ഡൗട്ടാണ്, ഒരു സെൻറ്റൻസ് തന്നാൽ ഇത് ഏത് ടെൻസാണ്, ഓരോ സെൻറ്റൻസിൻ്റെയും സ്ട്രക്ചർ ഏതാണ്, അതിലെ വേർബ്, സബ്ജക്റ്റ് ഇതൊക്കെ ഏതാണ്, ഇതിനെയൊക്കെ കുറിച്ച് നമുക്ക് എപ്പോഴും കൺഫ്യൂഷനാണ്. അപ്പോൾ ടെൻസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. സോ വാട്ട് ഈസ് എ ടെൻസ്? ടെൻസ് ഇസ് എ ടൈം ഓഫ് എൻ ആക്ഷൻ വിച്ച് ടേക്സ് പ്ലേസ്. അതായത് എപ്പോഴാണോ ഒരു ആക്ഷൻ നടക്കുന്നത് ആ ഒരു ടൈമിനെ റെപ്രസെൻ്റ് ചെയ്യാനാണ് നമ്മൾ ടെൻസ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു ആക്ഷൻ നടക്കുന്നത് അത് ചിലപ്പോൾ ഇപ്പോഴാകാം, അല്ലെങ്കിൽ ഇന്നലെയാകാം, അല്ലെങ്കിൽ നാളെയാകാം, അല്ലെങ്കിൽ പാസ്റ്റിൽ എപ്പോഴെങ്കിലും തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നതാകാം, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ തുടർച്ചയായി ചെയ്യാനിരിക്കുന്നതാകാം. അപ്പോൾ എപ്പോഴാണോ ഒരു ആക്ഷൻ നടക്കുന്നത് അതിനെയാണ് നമ്മൾ ടെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടെൻസ് അറിയില്ലെങ്കിൽ സെൻറ്റൻസ് ഫോർമേഷനിൽ ഒരുപാട് മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉണ്ട്. ചിലരിങ്ങനെയായിരിക്കും പറയുന്നത്, ഇന്നലെ ഞാൻ എഴുതും, നാളെ ഞാൻ എഴുതി, കഴിഞ്ഞ വർഷം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും, അടുത്ത വർഷം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? ഇല്ല, കാരണം ആക്ഷനും അത് നടന്ന ടൈമും രണ്ടും മാച്ച് ആകുന്നില്ല, അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ടെൻസ് അറിയില്ലെങ്കിൽ വരുന്ന മിസ്റ്റേക്സ്. അതുകൊണ്ട് ഇപ്പോഴേ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ടെൻസ് പഠിക്കാൻ. അപ്പോൾ എന്താണ് ടെൻസ്? ടെൻസ് എന്ന് പറഞ്ഞാൽ ടൈമാണല്ലേ, ഒരു ആക്ഷൻ നടക്കുന്ന ടൈമിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. അതുപോലെ ദർ ആർ 3 kinds ഓഫ് ടെൻസസ്. ടെൻസ് 3 തരത്തിലാണ്: പ്രസൻറ്റ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ. പ്രസൻറ്റ് ടെൻസ് എന്നാൽ എന്താണ്? ഇപ്പോൾ നടക്കുന്ന സംഭവത്തെയാണ് പ്രസൻറ്റ് ടെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് അറ്റ് പ്രസൻറ്റ് നടക്കുന്ന കാര്യങ്ങൾ. പാസ്റ്റ് എന്ന് പറഞ്ഞാലോ, കഴിഞ്ഞു പോയ കാര്യങ്ങൾ, അല്ലേ, ഭൂതകാലം. അതായത് ഇന്നലത്തെ കാര്യമോ കഴിഞ്ഞ ആഴ്ചത്തെയോ കഴിഞ്ഞ വർഷത്തെ, അപ്പോൾ കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി വരാനിരിക്കുന്ന കാലം, അതായത് ഭാവി കാലത്തെക്കുറിച്ച് പറയാനാണ് ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ് ടെൻസ്? പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. എഗെയിൻ ദീസ് ടെൻസ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു 4. അതായത് ഈ ടെൻസ് തന്നെ വീണ്ടും 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇനി നമുക്ക് ഓരോന്നും നോക്കാം. പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ്, പാസ്റ്റിലാണെങ്കിൽ സിമ്പിൾ പാസ്റ്റ്, ഫ്യൂച്ചർ ടെൻസിലാണെങ്കിൽ സിമ്പിൾ ഫ്യൂച്ചർ. ഇനി കണ്ടിന്യൂസ് എങ്ങനെ പറയാം? പ്രസൻറ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ആൻഡ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ദെൻ പെർഫെക്റ്റ് ടെൻസോ? പ്രസൻറ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. ദെൻ ഫോർത്ത് വൺ, present perfect continuous, past perfect continuous and future perfect continuous. പ്രസൻറ്റ് ടെൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ ഒന്നുകൂടി നോക്കാം. സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ആൻഡ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് ടെൻസിൻ്റെതോ? സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ദെൻ വാട്ട് അബൌട്ട് ഫ്യൂച്ചർ? സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇനി വരുന്ന ഓരോ ക്ലാസ്സിലും നമുക്ക് ഓരോ ടെൻസിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇനി നമുക്ക് പ്രസൻറ്റ് ടെൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ ഒന്നുകൂടി നോക്കാം. സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതായത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് നമ്മൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇന്ന് നമുക്ക് സിമ്പിൾ പ്രസൻറ്റിനെ കുറിച്ച് വളരെ സിമ്പിളായിട്ട് പഠിക്കാം. എവിടെയൊക്കെയാണ് സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യേണ്ടത്? സിമ്പിൾ പ്രസൻറ്റ് ഈസ് യൂസ് ടു എക്സ്പ്രസ് ഹാബിച്വൽ, റെഗുലർ ആൻഡ് റിപ്പീറ്റഡ് ആക്ഷൻസ്. ഇത് നമ്മുടെ ഹാബിറ്റ്സ്, നമ്മുടെ ഓരോ ദിവസവും നമ്മൾ പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ ഓരോ ശീലങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഓരോ ആഴ്ചകളിലും മാസങ്ങളിലും വർഷങ്ങളിലൊക്കെ പതിവായി ചെയ്യുന്ന, റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് സിമ്പിൾ പ്രസൻറ്റിൽ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, I wake up at 5 o'clock every day. അതായത് ഞാൻ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എണീക്കാറുണ്ട്. അത് നമ്മുടെ ഒരു ഹാബിറ്റാണ്. അതുപോലെ തന്നെ
നമ്മൾ എല്ലാ ആഴ്ചകളിലും പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എല്ലാ മാസങ്ങളിലും, അല്ലെങ്കിൽ എല്ലാ വർഷങ്ങളിലും പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എന്താണ് സിമ്പിൾ പ്രസൻറ്റിലാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ പ്ലേ ഫുട്ബോൾ ഓൺ സൺഡേയ്സ്. അതായത് ഞാൻ എല്ലാ ഞായറാഴ്ചകളിലും ഫുട്ബോൾ കളിക്കാറുണ്ട്. ഐ വിസിറ്റ് മൈ ഗ്രാൻഡ് പാരൻസ് എവറി മന്ത്. ഞാൻ എല്ലാ മാസവും എൻ്റെ ഗ്രാൻഡ് പാരൻസിനെ വിസിറ്റ് ചെയ്യാറുണ്ട്. ഐ ഗോ ടു വേളാങ്കണ്ണി എവറി ഇയർ. എല്ലാ വർഷവും ഞാൻ വേളാങ്കണ്ണിയിൽ പോകാറുണ്ട്. അപ്പോൾ ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ആ ഒരു ആക്ഷൻസ് ആണ്. ഇതെല്ലാം നമ്മൾ സിമ്പിൾ പ്രസൻറ്റിലാണ് പറയേണ്ടത്. നെക്സ്റ്റ് വൺ, ടു എക്സ്പ്രസ് ദി യൂണിവേഴ്സൽ ട്രൂത്ത്. അതായത് പ്രപഞ്ച സത്യങ്ങളെല്ലാം നമ്മൾ സിമ്പിൾ പ്രസൻറ്റിലാണ് പറയുന്നത്. കാര്യം എന്താ? കാരണം അതിനൊന്നും ഒരിക്കലും ചേഞ്ചസ് ഉണ്ടാവില്ല, അല്ലേ? എപ്പോഴും അതുപോലെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. നെക്സ്റ്റ് വൺ, ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ദറ്റ് ടേക്സ് പ്ലേസ് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. അതായത് അറ്റ് പ്രസൻറ്റ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, പ്രിയ സിങ്സ് എ സോങ്. പ്രിയ പാട്ട് പാടുന്നു. ദെൻ നെക്സ്റ്റ് പോയിൻറ്റ്, ടു ഷോ ലൈക്സ്, ഡിസ്ലൈക്സ്, ഫീലിങ്സ്, ഇമോഷൻസ് എക്സെട്ര. അതായത് നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നമ്മുടെ ഫീലിങ്സ്, ഇമോഷൻസ്, ഇതെല്ലാം നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ ലൈക്ക് ചോക്ലേറ്റ്സ്. എനിക്ക് ചോക്ലേറ്റ്സ് വളരെ ഇഷ്ടമാണ്. നെക്സ്റ്റ് പോയിൻറ്റ്, ടു ഷോ ഫ്യൂച്ചർ പ്രോഗ്രാം ദാറ്റ്സ് ഓൾറെഡി പ്ലാൻഡ്. അതായത് നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളും നമ്മൾ എന്താണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ പറയാറുണ്ട്. സാധാരണ നമ്മൾ ഫ്യൂച്ചർ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്ക് വില്ലാണല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. എന്നാൽ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യം ഇപ്പോഴേ പ്ലാൻ ചെയ്ത് വെക്കുകയാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചേർക്കാം? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ദ കോമൺവെൽത്ത് ഗെയിംസ് ബിഗിൻ നെക്സ്റ്റ് മന്ത്. അതായത് അടുത്ത മാസമാണ് കോമൺവെൽത്ത് ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിൻറ്റ്, ടു എക്സ്പ്രസ് പ്രോവേർബ്സ്. അതായത് പ്രോവേർബ്സ്, പഴഞ്ചൊല്ലുകളൊക്കെ പറയാൻ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ, എ റോളിംഗ് സ്റ്റോൺ ഗ്യാദേഴ്സ് നോ മോസ്. സോ ഇതൊക്കെയാണ് സിമ്പിൾ പ്രസൻറ്റിൻ്റെ യൂസേജസ്. ഇനി നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് ഫോം ഓഫ് ദ verb. If the subject is plural, we use do form of the verb, and if the subject is singular, we use does form of the verb. ഇനി നമുക്ക് ഏതൊക്കെയാണ് സിംഗുലർ സബ്ജക്റ്റ്, പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് നോക്കാം. ഐ, യു, വി, ദേ, അനു ആൻഡ് മനു, ബേർഡ്സ്. ഇതെല്ലാം പ്ലൂറൽ സബ്ജക്റ്റുകളാണ്. പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം നൗൺസിനെ സൂചിപ്പിക്കുന്നത്, അല്ലേ? എല്ലാം നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. സോ ഇവിടുത്തെ സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ വേർബ് എന്തായിരിക്കും? പ്ലൂറൽ ആയിരിക്കും. ഡു ഫോം ഓഫ് ദ വേർബ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡൂവിന് പകരം ഒരു മെയിൻ വേർബ് ഇവിടെ ചേർക്കാം. ഫോർ എക്സാമ്പിൾ, ഈറ്റ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന സബ്ജക്റ്റിൻ്റെ കൂടെ എല്ലാം നമ്മൾ ഈറ്റ് എന്നുള്ള ഒരു വേർബാണ് ചേർക്കേണ്ടത്. ഇനി സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടുള്ള ഹി, ഷീ, ഇറ്റ്, അനു, ബേർഡ്, ഇതെല്ലാം ഒന്നിനെ സൂചിപ്പിക്കുന്നതാണ്, അല്ലേ? അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ വേർബ് ഡസ് ഫോം ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഈറ്റിൻ്റെ ഡസ് ഫോം എങ്ങനെ എഴുതാം? ഈറ്റ്സ്. നമ്മൾ മുന്നേ പഠിച്ചതാണ്. ഡു ഓർ ഡസ് എന്നാൽ ചെയ്യുക, ചെയ്യുന്നു, ഓർ ചെയ്യാറുണ്ട്. ഇനി നമുക്ക് സബ്ജക്റ്റും വേർബും തമ്മിലുള്ള റിലേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സെയിം സെൻറ്റൻസ് തന്നെ അതിൻ്റെ സബ്ജക്റ്റ് ചേഞ്ച് ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഞാൻ പഠിക്കുന്നു ഓർ ഞാൻ പഠിക്കാറുണ്ട്. ഐ സ്റ്റഡി. ഞങ്ങൾ പഠിക്കുന്നു ഓർ പഠിക്കാറുണ്ട്. വി സ്റ്റഡി. നിങ്ങൾ പഠിക്കുന്നു ഓർ പഠിക്കാറുണ്ട്. യു സ്റ്റഡി. അവർ പഠിക്കുന്നു ഓർ പഠിക്കാറുണ്ട്. ദേ സ്റ്റഡി. അനുവും മനുവും പഠിക്കുന്നു ഓർ പഠിക്കാറുണ്ട്. അനു ആൻഡ് മനു സ്റ്റഡി. പ്രിയ പഠിക്കുന്നു ഓർ പഠിക്കാറുണ്ട്. പ്രിയ സ്റ്റഡീസ്. അവൻ പഠിക്കുന്നു. ഹി സ്റ്റഡീസ്.
ഈ സെയിം സെൻറ്റൻസ് തന്നതുകൊണ്ട് നിങ്ങൾക്ക് ആ സബ്ജക്റ്റും വേർബും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ സ്റ്റഡി എന്നാണ് ചേർക്കുന്നത്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സ്റ്റഡീസ്, അതായത് ഒരാളെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ സ്റ്റഡീസ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലെ ഡുവോ ഡസ് ഫോം വളരെ വ്യക്തമായി മനസ്സിലാക്കി വേണം പഠിക്കാൻ. ഇനി നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാം. അതിൽ നിങ്ങൾ സബ്ജക്റ്റും വേർബും തമ്മിലുള്ള ആ റിലേഷൻ മനസ്സിലാക്കി വേണം ആൻസർ ചെയ്യാനായിട്ട്. ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കാറുണ്ട്. ഐ വേക്കപ്പ് അറ്റ് 5 o'clock. ഐ പ്ലൂറൽ ആയതുകൊണ്ടാണ് വേക്ക് എന്ന ഡു ഫോം വന്നത്. എൻ്റെ അമ്മ കേക്ക് ഉണ്ടാക്കാറുണ്ട്. മൈ മദർ ബേക്സ് കേക്ക്. ഇവിടെ മൈ മദർ എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് ഡസ് ഫോമായ ബേക്സ് യൂസ് ചെയ്തു. അച്ഛൻ പത്രം വായിക്കാറുണ്ട്. ഫാദർ റീഡ്സ് ന്യൂസ് പേപ്പർ. ഇവിടെയും ഫാദർ സിംഗുലർ ആണ്, അതുകൊണ്ടാണ് ഡസ് ഫോമായ റീഡ്സ് യൂസ് ചെയ്തത്. ഞങ്ങൾ ഓഫീസിൽ പോകാറുണ്ട്. വി ഗോ ടു ഓഫീസ്. ഇവിടെ വി എന്ന പ്ലൂറൽ സബ്ജക്റ്റാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് ഡു ഫോമായിട്ടുള്ള ഗോ എന്ന വേർബ് യൂസ് ചെയ്തിരിക്കുന്നത്. സാം ഞായറാഴ്ചകളിൽ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. സാം പ്ലേസ് ക്രിക്കറ്റ് ഓൺ സൺഡേസ്. ഇതെല്ലാം പതിവായി നടക്കുന്ന ഹാബിച്വൽ ആക്ഷൻസ് ആണ്. നെക്സ്റ്റ്, അവൾ പാട്ട് പാടുന്നു. ഷീ സിങ്സ് സോങ്. അവൻ മാർക്കറ്റിൽ പോകുന്നു. ഹീ ഗോസ് ടു ദ മാർക്കറ്റ്. അനു അവളുടെ തുണി തയ്ക്കുന്നു. അനു സ്റ്റിച്ചസ് ഹെർ ക്ലോത്ത്സ്. വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കുന്നു. വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണല്ലേ. ഇനി നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൻറ്റൻസിലേക്ക് എങ്ങനെ മാറ്റാൻ നോക്കാം. സാം പത്രം വായിക്കാറുണ്ട്. സാം റീഡ്സ് ന്യൂസ് പേപ്പർ. ഇവിടെ സാം സിംഗുലർ ആയതുകൊണ്ടാണ് റീഡ്സ് ചേർത്തത്. സാം പത്രം വായിക്കാറില്ല. ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണല്ലേ. ഇല്ല എന്നുള്ളൊരു വേർഡ് വന്നിട്ടുണ്ട് അവിടെ. ഒരു സെൻറ്റൻസിനെ നെഗറ്റീവിലേക്ക് ചേഞ്ച് ചെയ്യാൻ അതിൻ്റെ ഓക്സിലറി വേർബിൻ്റെ കൂടെ നോട്ട് ആഡ് ചെയ്യണം. ഇവിടെ സാം സിംഗുലർ ആയതുകൊണ്ട് ഡസ് എന്ന ഓക്സിലറി വേർബിൻ്റെ കൂടെയാണ് നോട്ട് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെ വരും? സാം ഡസ് നോട്ട് റീഡ് ന്യൂസ് പേപ്പർ. സാം പത്രം വായിക്കാറുണ്ടോ? ഇതൊരു ക്വസ്റ്റ്യൻ സെൻറ്റൻസ് ആണ് അല്ലേ. എങ്ങനെയുള്ള ക്വസ്റ്റ്യൻ സെൻറ്റൻസ് ആണ്? എസ് അല്ലെങ്കിൽ നോ എന്നായിരിക്കും നമുക്കിതിൻ്റെ ആൻസർ കിട്ടുന്നത്. എസ് ഓർ നോ ക്വസ്റ്റ്യൻ സെൻറ്റൻസ് എപ്പോഴും ഓക്സിലറി വേർബ് വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഏത് ഓക്സിലറി വേർബാണ് നമ്മൾ ചേർക്കേണ്ടത്? ഡസ്. കാര്യം എന്താണ്? സാം സിംഗുലർ ആണ്. അതുപോലെ ഇത് പതിവായി ചെയ്യാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെ വരും? ഡസ് സാം റീഡ് ന്യൂസ് പേപ്പർ. പിന്നീട് നമ്മൾ റീഡ്സ് എന്ന് ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ഡസ് അവിടെ ചേർത്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, സാം പത്രം വായിക്കാറില്ലേ. ഇവിടെ ഒരു നെഗറ്റീവ് ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അപ്പോൾ എങ്ങനെ വരും? ഡസൻറ്റ് സാം റീഡ് ന്യൂസ് പേപ്പർ. ഇനി നമുക്ക് പ്ലൂറൽ സബ്ജക്റ്റ് വന്നാൽ എങ്ങനെയാണ് വേർബിനുള്ള ചേഞ്ചസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, അവർ പത്രം വായിക്കാറുണ്ട്. ദേ റീഡ് ന്യൂസ് പേപ്പർ. എന്തുകൊണ്ടാണ് ഇവിടെ റീഡ് എന്ന വേർബ് വന്നത്? ബിക്കോസ് ആ സബ്ജക്റ്റ് പ്ലൂറൽ ആണ്. നെക്സ്റ്റ് വൺ, അവർ പത്രം വായിക്കാറില്ല. ദേ ഡു നോട്ട് റീഡ് ന്യൂസ് പേപ്പർ. ഇവിടെ സബ്ജക്റ്റ് ആയിട്ടുള്ള ദേ പ്ലൂറൽ ആണ്, അതുകൊണ്ടാണ് ഡു എന്ന ഓക്സിലറി ചേർത്തത്. നെക്സ്റ്റ് വൺ, അവർ പത്രം വായിക്കാറുണ്ടോ. ഡു ദേ റീഡ് ന്യൂസ് പേപ്പർ. അവർ പത്രം വായിക്കാറില്ലേ. ഡോണ്ട് ദേ റീഡ് ന്യൂസ് പേപ്പർ. ഇപ്പോൾ എല്ലാവർക്കും സിമ്പിൾ പ്രസൻറ്റിനെ കുറിച്ചുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ഹാബിച്വൽ ആക്ടിവിറ്റീസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസിലേക്ക് കൺവേർട്ട് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇനി വരും ക്ലാസ്സുകളിൽ ഓരോ ടെൻസിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം.